ചെമ്പനീർ പോയിൻ്റ് ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയും കൂട്ടുകാരിയും കുറേ ഓട്ടോറിക്ഷയ്ക്ക് കൈകാട്ടി ഒറ്റ വണ്ടിയും നിർത്തുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സച്ചി വണ്ടിയായിട്ട് വരുന്നത്. സച്ചിയുടെ വണ്ടിയാണെന്ന് ശ്രുതിക്ക് അറിയില്ലായിരുന്നു. കൈ കാണിച്ച് വണ്ടി നിർത്തുമ്പോഴാണ് സച്ചിയുടെ വണ്ടിയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ശ്രുതി ഓട്ടോയിൽ കയറാൻ മടി കാണിക്കുന്നു. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, കുറേ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ഒറ്റ ഒരെണ്ണം പോലും നിർത്തിയില്ല, ഇനിയിപ്പം ഇതിലെങ്കിലും കയറാമെന്ന് പറഞ്ഞ് ശ്രുതിയെ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. അതിനുശേഷം സച്ചിക്കൊരു കോൾ വരുന്നു. എടാ സച്ചി, അത്യാവശ്യമായിട്ടൊരു ഓട്ടമുണ്ട്, വേഗം വാന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു, എടാ എനിക്ക് വരാൻ പറ്റില്ല, കാർ ഇരിക്കുന്നത് കാർത്തിക്കിൻ്റെ കയ്യിലാണ്. ശ്രുതിയും കൂട്ടുകാരിയും ഇറങ്ങേണ്ട സ്റ്റോപ്പായപ്പോൾ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നു. അത് കണ്ട സച്ചി പറയുന്നുണ്ട്, ഹലോ പൗഡറേട്ടത്തി, പൈസ തന്നില്ല, പൈസ തന്നിട്ട് പോകുന്നു പറയുന്നു. അങ്ങനെ ശ്രുതി കാശ് കൊടുക്കുന്നു. അപ്പോൾ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ പറയുന്നു, എടാ സച്ചി, നീ നിൻ്റെ കാറൊക്കെ വിറ്റല്ലേ, നീ ഓട്ടോറിക്ഷ എടുത്തത് ഞാൻ അറിഞ്ഞു, ആൻ്റണിക്ക് നിൻ്റെ കൂട്ടുകാർ കൊടുക്കാനുള്ള കാശ് നീ നിൻ്റെ കാർ വിറ്റ് തീർത്തു അല്ലേന്ന്. ഇതെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശ്രുതി വീട്ടിൽ വന്ന് ശ്രുതിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. സച്ചി കാർ വിറ്റ് ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നതെന്ന് ഞാൻ ഇത് വെറുതെ വിടില്ല. ഇത് ചന്ദ്രമതിയോട് ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നു, അവനൊരു വാക്ക് എന്നോട് പറഞ്ഞില്ല, നിങ്ങളോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ചോദിക്കണമെന്ന് പറയുന്നു. രേവതി പൂ മേടിക്കാൻ പോകുമ്പോൾ സച്ചി വണ്ടി നിർത്തി ഫോണിൽ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. രേവതി കാണുന്നത് സച്ചി ഓട്ടോയിൽ ചാരിയെന്ന് സംസാരിക്കുന്നതാണ്. സച്ചി തിരിഞ്ഞു നോക്കുന്നതും രേവതി കാണുന്നതും ഒരുമിച്ചാണ്.